പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. മോഹൻദാസ് ടോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇന്ന് വലിയ ആവേശ കൊടുമുടിയിലാണ്. ഫുട്ബോളിൻ്റെ ലോകമാമാങ്കമായ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നു വരികയാണ്. ഈ സന്ദർഭത്തിൽ പ്രാഥമിക മത്സരങ്ങളൊക്കെ പൂർത്തിയായി നോക്കൗട്ട് റൗണ്ടിലേക്ക് കടന്ന് ഇനി കേവലം ഒരു മാസം കൊണ്ട് ഫുട്ബോൾ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചേരുന്ന അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റ് എടുത്തു സമ്മാനിക്കുന്ന ആ സ്വർണ്ണ കപ്പ് ആര് നേടുമെന്നറിയാനുള്ള കടുത്ത ആകാംക്ഷയിലാണ് നമ്മൾ. തീർച്ചയായും നിങ്ങളെ എല്ലാവരെയും പോലെ ഫുട്ബോളിനെ ഏറെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു എളിയ ഫുട്ബോൾ ആരാധകനാണ് ഞാൻ. പ്രിയരെ, ഞാൻ ഫുട്ബോളിൻ്റെ നിയമ രീതികളിൽ പണ്ഡിതനായ ഒരാളെയല്ല. ഫുട്ബോളിൻ്റെ വലിയ വലിയ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ കണക്കുകൾ എന്നെ വ്യാമോഹിപ്പിക്കുന്നുമില്ല. ഫുട്ബോൾ സ്നേഹികളായ നിങ്ങളെ ഓരോരുത്തരെയും പോലെ ഒരു കാൽപന്തിൻ്റെ ദ്രുതചലനത്തിൻ്റെ ഒടുവിൽ ഗോളിയെ കബളിപ്പിച്ചുകൊണ്ട്, ഒരു വെടിയുണ്ട പോലെയോ മൈതാനത്തെ തഴുകിക്കൊണ്ട്, ഒരു സ്ലോ ബോൾ ആയോ എങ്ങനെയോ അതേത് രീതിയിലായാലും ഗോൾ വല ചലിപ്പിക്കുമ്പോൾ മനസ്സ് ഉണർന്ന് ആർത്ത് പൊട്ടിച്ചിരിക്കുന്ന, കൈയടിക്കുന്ന, ആഹ്ലാദിക്കുന്ന, നിറഞ്ഞ മനസ്സുള്ള നിങ്ങളെപ്പോലെയുള്ള ഒരു എളിയ ഫുട്ബോൾ ആരാധകനാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എന്താണ് ഫുട്ബോളിൻ്റെ മതം? ഫുട്ബോളിനൊരു വലിയ മതമുണ്ട്. ഫുട്ബോള് മനുഷ്യ സ്നേഹത്തിൻ്റെ, ലോകത്തെ ഒന്നാകെ ബന്ധിപ്പിക്കുന്ന സർവ്വസാഹോദര്യത്തിൻ്റെയും ഒരു മതമാണത്. സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, വിജയത്തിൻ്റെ, ചിലപ്പോഴൊക്കെ വിജയോന്മാദത്തിൻ്റെ കൂടി ഒരു മതമാണ്. നിങ്ങൾക്കറിയാമോ, 1950 ബ്രസീലിലെ മാരക്കാന സ്റ്റേഡിയത്തിൽ 2 ലക്ഷത്തോളം പേർ ഒത്തുചേർന്ന ലോക ഫുട്ബോളിൻ്റെ ഒരു മത്സരവേദിയാണ്. അവിടെ ബ്രസീൽ, ഉറുഗ്വായ് 2 ടീമുകൾ തമ്മിലുള്ള മത്സരമാണ്. ബ്രസീലിനെ കുറിച്ച് അറിയാമല്ലോ, ഓരോ അണുവിലും, രക്തത്തിലും, ജീവിതത്തിലും ഫുട്ബോൾ അലിഞ്ഞു ചേർന്ന ഒരു വലിയ ജനസഞ്ചയമാണ് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ബ്രസീലിൻ്റെ. ഓരോ വ്യക്തിയുടെയും ഉൾത്തുടിപ്പെന്ന് പറയുന്നത് ഫുട്ബോളുമായി അഭേദ്യമായി ഇഴ ചേർന്ന് കിടക്കുകയാണ്. അങ്ങനെയുള്ള ബ്രസീലിൽ വെച്ച് നടക്കുന്ന ലോകകപ്പിൻ്റെ ഫൈനലാണ്. അവിടെ 2 ലക്ഷം പേരാണ് മാരക്കാന സ്റ്റേഡിയത്തിൽ ഒത്തുചേർന്നിരിക്കുന്നത്. മത്സരം മുറുകി അവസാനം വിസിൽ മുഴങ്ങുന്നതിന് മുമ്പ് സ്തബ്ധരായി, നിശബ്ദരായി, ഒരു കെട്ടിനിർത്തപ്പെട്ട ഒരണക്കെട്ട് പോലെ നിന്നിരുന്ന ആ ഫുട്ബോൾ സ്നേഹികളുടെ വികാരം പൊട്ടിത്തെറിക്കുകയാണ്. ഉറുഗ്വായ് ബ്രസീലിനെ തോൽപ്പിച്ചിരിക്കുന്നു. ബ്രസീലിനെ ഉറുഗ്വായ് തോൽപ്പിക്കുവാനോ? പണ്ട് ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരിക്കലും മുങ്ങാത്ത കപ്പൽ മുങ്ങിയെന്ന് കേട്ടപ്പോൾ ലോകം നടുങ്ങിയതുപോലെ ഞടുങ്ങിത്തെറിച്ചു പോയൊരു നിമിഷമായിരുന്നത്. ചിലർ ആർത്തലച്ച് നിലവിളിച്ച്, ചിലർ ഗാലറികളിൽ തലയറഞ്ഞ്, ചിലർ മണ്ണിൽ വീണുരുണ്ട് കരഞ്ഞ് പൊട്ടി തകർന്നു പോയ ഒരനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ബ്രസീലിലെ ഒരു പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹം മുഖത്ത് കൈപൊത്തി ഏങ്ങിക്കരഞ്ഞ്, എൻ്റെ രാജ്യത്തിന് ഇങ്ങനൊരു സങ്കടകരമായ അവസ്ഥ വന്നല്ലോ എന്നോർത്ത് ദുഃഖത്തോടെ അദ്ദേഹം ഇരുന്നു. ഫുട്ബോളിൻ്റെ ലോകത്ത് നിന്ന് ബ്രസീൽ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. ഒരു ബ്രസീലിൻ്റെ ആരാധകന് ഞാൻ ഈ പറയുന്ന വാക്കുകളുടെ തീക്ഷ്ണത, തീവ്രത മനസ്സിലാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ ചെന്ന് തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞ്, അച്ഛാ, സങ്കടപ്പെടരുത്, വിഷമിക്കരുത്. ഇന്ന് നഷ്ടപ്പെട്ടു പോയ ഈ ലോക കിരീടം ഒരിക്കൽ ഞാൻ നേടി അച്ഛൻ്റെ കൈകളിൽ കൊണ്ടുതരും. ആ പിതാവ് മകനെ നോക്കി വാത്സല്യത്തോടെ നോക്കിയിട്ടൊന്ന് ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ, ഒന്നും പറഞ്ഞില്ല. അവനും അതിനപ്പുറം പിന്നൊന്നും പറയാൻ പോയില്ല. പ്രിയപ്പെട്ട ഫുട്ബോൾ സ്നേഹികളെ, സുഹൃത്തുക്കളെ, 1958 ലോക കിരീടത്തിനായിട്ടുള്ള മത്സരം നടക്കുകയാണ്. അന്ന് എഡ്സൺ അരാൻഡസ് നാസിമെൻറ്റോ എന്ന് പറയുന്ന അച്ഛനെ ആശ്വസിപ്പിക്കാൻ പോയ ഈ കൊച്ചു പയ്യൻ ബ്രസീലിൻ്റെ ഫുട്ബോൾ ടീമിൽ ഉണ്ട്. അവൻ മുൻനിരയിൽ കളിക്കുന്നു. ഇടയ്ക്ക് പുറകോട്ട് വരുന്നുണ്ട്. ഇടയ്ക്ക് ദൂരെ നിന്നുയർന്നു വന്ന ഒരു പന്ത് തൻ്റെ നെഞ്ചത്ത് ഏറ്റുവാങ്ങി അവൻ
കാലുകളിലേക്ക് ആവാഹിച്ച് ഒരു വെടിയുണ്ട പായിച്ചു. അത് ഗാലറികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഗോളിയെ പരാജയപ്പെടുത്തി ഗോൾ വലയത്തിൽ ചെന്ന് വിശ്രമിച്ചു. ആ മത്സരത്തിൽ അവൻ്റെ തോളിലേറി ബ്രസീൽ ലോക കിരീടം നേടി. ആ ലോക കിരീടവും നേടിയ ആ കൊച്ചു കൈകൾ കൊണ്ട് തൻ്റെ അച്ഛൻ്റെ തോളത്ത് തടവിക്കൊണ്ടവൻ പറഞ്ഞു, അച്ഛാ, അച്ഛന് വേണ്ടി ഞാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഫുട്ബോളിൻ്റെ ലോക കിരീടം നേടിയെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഫുട്ബോളിന് എന്തൊരു മാന്ത്രികതയാണെന്ന് നിങ്ങൾ നോക്കണം. കാലം കരുതി വെച്ച ഒരു വലിയ സമ്മാനമാണിത്. ആ പയ്യൻ എഡ്സൺ ആരാൻഡസ് ഡി നാസിമെൻറ്റോ നിങ്ങളറിയുന്ന ഒരാളാണ്. പെലെ ലോകത്ത് ഫുട്ബോളിൻ്റെ ചക്രവർത്തിയായി പതിറ്റാണ്ടുകളോളം ഫുട്ബോളിൻ്റെ പ്രതീകമായി ലോകം മുഴുവനും ഫുട്ബോളിനെ കൊണ്ടാടുന്ന ഒരു മഹാവികാരമായി വളർത്തിയ പെലെ, കാനറികളുടെ മഞ്ഞപ്പടയുടെ തിരയടി കേൾക്കുന്ന എവിടെയും സാമ്പാതാളത്തിൻ്റെ നൃത്തത്തിനൊപ്പം പെലെ എന്ന ഒരു പേര് കൂടി ചേർത്ത് വിളിക്കുന്ന ഒരു മാറ്റത്തിലേക്ക് കാലം പെലെയെ കൈപിടിച്ചുയർത്തി. ഒരച്ഛൻ്റെ ഒടുങ്ങാത്ത സങ്കടത്തിൻ്റെ കണ്ണുനീരിൻ്റെ പ്രതിഫലമായി ബ്രസീൽ ലോക കിരീടം നേടി. പ്രിയപ്പെട്ടവരെ, അടുത്തൊരു ദിവസം ഫുട്ബോളിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഫുട്ബോളിനെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരാം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഫുട്ബോളിനെ കണക്കുകൾ കൊണ്ട് കീറിമുറിക്കുന്ന ഒരാളല്ല, ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ, ഫുട്ബോൾ മൈതാനങ്ങളിൽ മനസ്സ് മുട്ടിച്ച് പ്രാർത്ഥനയോടെ ഫുട്ബോളിൻ്റെ വിജയത്തിനു വേണ്ടി, ഫുട്ബോൾ എന്ന മതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു എളിയ ആസ്വാദകനായി മാത്രം നിങ്ങൾ എന്നെ കാണുക. നന്ദി, നമസ്കാരം. വീണ്ടും നമുക്ക് കാണാം.